കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. മോമ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ്. എന്താ അങ്ങേക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്നും മൂത്തോക്കി പറയൂ. ഇല്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടിയോൻ. നിന്റെ അച്ഛന്റെ കെട്ടിയോള് പന്നി. എന്റെ അച്ഛന്റെ അച്ഛൻ. ഓണ നായിന്റെ മോനെ. ഓടി നായിന്റെ മോളെ. ഓണ മരമാക്രി. ഓടി മരപ്പട്ടി. ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലേ ഞാൻ പറയില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എന്താ ഉറക്കം വരുന്നു. ഈ അമ്മ മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഓ എന്നെ അങ്ങ് തല്ലി കൊല്ലി. ഓ അതിനെന്താ? അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എനിക്ക് ആരുമില്ല. എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല. എന്നെ നോക്കാൻ ആരുമില്ല. ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിദ്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്തായിരുന്നു ഒരു കാലത്ത് രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായലുറങ്ങി ഒരു പാത്രത്തിലുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എടാ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ.